ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോഴേ ഇന്ന് നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? ശർക്കര നെല്ലിക്കയാണ് കേട്ടോ. ഇത് ഇവിടെ തേൻ നെല്ലിക്ക എന്നൊക്കെ പറയും, പക്ഷെ ശർക്കരയിൽ ഉണ്ടാക്കുന്നതാകുമ്പോഴത്തേക്ക് ശർക്കര നെല്ലിക്ക എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശർക്കര നെല്ലിക്കയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. അതിനിതാ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴക്കം ചെന്ന നെല്ലിക്കയാണ്, കുറച്ച് ദിവസമായി. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല തോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി 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 ഹോളിട്ട് കൊടുക്കണം. പിന്നെ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് പതകൾ പൊങ്ങി വരും. അതിൻ്റെ വേസ്റ്റാണ്, നമുക്ക് വേണ്ട, അതൊക്കെ കോരി കളയണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊക്കെ കോരി കളയുക. അത് കഴിഞ്ഞ് നമ്മുടെ നെല്ലിക്ക ഒന്ന് ആവി കയറ്റി വെക്കണം. ആവി കയറ്റി വെച്ച് അത് ഈർപ്പമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ തിളച്ച് പൊന്തി വരുന്ന ശർക്കര പാനിയിലോട്ട് നമ്മുടെ നെല്ലിക്കകൾ പറക്കി ഓരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കും 10 രൂപ 20 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. 2 പീസ് എന്തോ കാണും ഒരു ചെറിയൊരു ബോട്ടിൽ പോലത്തെ സംഭവത്തിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുക, എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കുന്ന സംഭവമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നല്ല തേൻ പോലെ ഇരിക്കും കേട്ടോ. തേൻ നെല്ലിക്ക എന്നാണ് ഇതിന് പറയുന്നത്, പക്ഷെ തേനുണ്ടല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര നെല്ലിക്ക എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. തേൻ കൊണ്ടുണ്ടാക്കുന്നതാണ് തേൻ നെല്ലിക്ക എന്നാണ് എൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ അതിലോട്ട് നമുക്കൊരല്പം നമ്മുടെ മധുരം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ചെറിയ ജീരകം ഒരല്പം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പട്ട 1-2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഏലക്കയും ചുക്കുപൊടിയും അതും ചേർക്കുന്നവരുണ്ട്, ഞാനിതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മുടെ ശർക്കര പാനി ആ നെല്ലിക്കയിലോട്ട് പിടിച്ച് നന്നായിട്ട് സെറ്റായി വരണം. അങ്ങനെ അത് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് ആ ശർക്കരയിലോട്ട് യോജിച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കര നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര നെല്ലിക്ക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു നല്ല ചൂടാണേ, അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് അതിൻ്റെ പാനിയും കൂടി വീത്തിയിട്ടുണ്ട്. എന്തൊക്കെയൊക്കെ തെറ്റിയൊക്കെ പോകുന്നുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇത് ഇന്ന് കഴിക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഒരു ഇതുണ്ടാവില്ല, 2 ദിവസം കഴിഞ്ഞ് കഴിക്കണം, അപ്പോൾ അത് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. സത്യം പറഞ്ഞുണ്ടല്ലോ, അടിപൊളിയാണ്. നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന അത്ര ഇതായിട്ട് നമുക്ക് കിട്ടില്ലെങ്കിലും പൊളി ടേസ്റ്റാണ്. അപ്പോഴും നിങ്ങൾക്ക് നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.